ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കപ്സയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെക്കണം. ഇത് നേരത്തെ നമ്മൾ കഴുകി വെച്ച ചിക്കനാണ്. ഇത് നമ്മൾ 1 മണിക്കൂർ കുതിർത്തി വെച്ച കപ്സ റൈസ് ആണ്. ഇനി കപ്സ പോട്ടിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളക്, ചെറിയ ജീരകം പൊടിച്ചതിടുക. നന്നായി ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുനുകുന അരിഞ്ഞ സവാള ആഡ് ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സവാള നന്നായി ഇളക്കണം. ഇപ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചതച്ചു വച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മുടെ ഉള്ളി വഴറ്റുന്നതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി മുളക് പൊടി ആവശ്യത്തിന് ഇടുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. 3 തക്കാളി നന്നായി അരച്ചത് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് കപ്സ ഉണ്ടാക്കുന്നത് കപ്സ കിറ്റ് വെച്ചാണ്. ഇത് വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്. എന്നിട്ട് കപ്സ മസാലയും മാഗി ക്യൂബും ഇടുക. നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ മസാലയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയിടാവുന്നതാണ്. ഇനി ഉണക്ക നാരങ്ങയും പച്ചമുളകും ആഡ് ചെയ്യാവുന്നതാണ്. പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര ആണെങ്കിലും ഇടാവുന്നതാണ്. മല്ലിച്ചപ്പ് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാൻ ഞങ്ങൾ ഇവിടെ ഇടുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നന്നായി വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ചിക്കൻ വെന്തതിനു ശേഷം മാറ്റി വയ്ക്കുക. ഞങ്ങളിവിടെ കുറച്ച് പീസ് മാത്രമേ മാറ്റി വയ്ക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കറിയിൽ തന്നെ വയ്ക്കുകയാണ്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുക. നന്നായി ഇളക്കിയതിനു ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ ഉപ്പും മുളകും കുരുമുളകും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കുക. ഇതിനിടയിൽ നമ്മുടെ കപ്സ റൈസ് വേവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മറക്കാതെ. ചൂടായി വന്ന എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. മിനിമം 5 മിനിറ്റ്. ഈ സമയത്ത് നമ്മുടെ കപ്സ റൈസ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഈ റൈസ് കറക്റ്റായി വെന്തിട്ടുണ്ടെന്ന്. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ കപ്സ റൈസിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട്
നന്നായി അടച്ച് ഒന്നും കൂടി വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ഈസി കബ്സ റെഡിയായി. ഇനി നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.